Hi students, in this class we study about ocean thermal energy conversion. So what is ocean thermal energy conversion? Ocean thermal energy conversion uses the ocean thermal gradient between cooler, deeper and warmer shallow or surface water. That is, it utilizes the temperature difference between the warmer upper water, that is surface water, and the colder, deeper water to run a heat engine and produce useful work, usually in the form of electricity. So this is what we call as ocean thermal energy conversion. That is ocean thermal, by utilizing the temperature difference in the ocean, that is warmer upper in the warmer surface water to the colder deeper water. So this temperature difference is being utilized to produce the electricity. So this we call as ocean thermal energy conversion system. So see, temperature difference occurs between warm solar absorbing surface water, that is surface water will be absorbing the solar energy, and it becomes warmer, and cooler bottom water layer, that is bottom layer will be cooler. Why? Because the solar energy will not be received in the bottom. So this is why the bottom layer will be cooler. Theoretically, the temperature differential between the surface and deep layer beyond 1000 meter ranges from 10 to 25 degrees centigrade. Okay, so this I will show you with the figure. Mone. Okay, fine. Then next we see the temperature difference. Okay, the minimum temperature difference of 20 degrees centigrade is required for practical energy conversion. OTEC essentially consists of heat engine operating between cold temperature of the water at some substantial depth and hot temperature of the surface water. അതായത് രണ്ട് ഹീറ്റ് എഞ്ചിൻ ഉണ്ടാവും. അതായത് ഒന്ന് ആ ഹീറ്റ് എഞ്ചിന് സർഫേസ് വാട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിനെ നമ്മൾ എന്താ പറയുക, ഇവോപ്പറേറ്റർ എന്ന് പറയും. കോൾഡ് വാട്ടർ, അതായത് ബോട്ടത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിനെ പറയുന്ന കണ്ടൻസറാണ്. അപ്പോൾ രണ്ട് തരത്തിൽ ഹീറ്റ് എഞ്ചിൻ ഉണ്ടാവും. ഒന്ന് ഇവോപ്പറേറ്റർ ഉണ്ടാവും, പിന്നെ ഒരു കണ്ടൻസർ ഉണ്ടാവും. അപ്പം ഓക്കെ, സോ ഈ രണ്ട് ഹീറ്റ് എഞ്ചിൻ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നതാണ് ഇത്. അത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ വാം വാട്ടർ ഇല്ലേ, ഓഷൻ്റെ വാം വാട്ടറിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഹൈ പ്രഷർ ടർബൈനിൽ നിങ്ങൾ സെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ലിക്വിഡ്, അതായത് ലോ ബോയിലിംഗ് പോയിൻ്റ് ഇല്ല, അതായത് അമോണിയ പോലത്തെ ഒരു അമോണിയ പോലത്തെ ലോ ബോയിലിംഗ് പോയിൻറ്റിലെ ലിക്വിഡ് ഉണ്ടാവും.
അതിന് നമ്മൾ എന്ത് ചെയ്യുക, ലോ ബോയിലിംഗ് പോയിന്റ് ലിക്വിഡ്സിനെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായത് 20 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ തന്നെ ഒരു ബോയിലിംഗ് പോയിന്റ് അതുണ്ടാവും. അതായത് അമോണിയ ഒരു ഐസ് പോലെ ആവണമെങ്കിൽ -54 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടാവണം അമോണിയൻ്റെ സോളിഡ് സ്റ്റേറ്റ്. സോ അമോണിയൻ്റെ ബോയിലിംഗ് പോയിന്റ് തന്നെ എത്ര 20 ഡിഗ്രി സെൻറ്റിഗ്രേഡൊക്കെ കിട്ടുവാണെങ്കിൽ തന്നെ അമോണിയ നല്ല ഒരു വേപ്പർ സ്റ്റേറ്റിലുണ്ടാവും. അപ്പോൾ അത്രയും കുറച്ച് ബോയിലിംഗ് പോയിന്റ് മാത്രമേ അമോണിയക്ക് വേണ്ടൂ. സോ ഈ അമോണിയൊക്കെ ഉപയോഗിച്ചിട്ട്, അതായത് സെക്കൻഡറി ഏജൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിനെ നമ്മൾ പറയാം ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, ഫസ്റ്റ് എന്താ, ഈ വാം വാട്ടർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓപ്പൺ സൈക്കിൾ എന്ന് പറയും. പിന്നെ അമോണിയം പോലത്തെ ഒരു സെക്കൻഡറി ഏജൻറ്റിനെ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, ഫൈൻ. നൗ വി സീ ഫസ്റ്റ് ക്ലോസ്ഡ് സൈക്കിൾ. ക്ലോസ്ഡ് സൈക്കിൾ ഓർ ആൻഡർസൺ സൈക്കിൾ. ആൻഡർസൺസ് എന്നാണ് ആദ്യം കണ്ടുപിടിച്ചത് ഇത്, അതുകൊണ്ട് അയാളുടെ പേര് വെച്ചാണ് ആൻഡർസൺ സൈക്കിൾ. Okay, so first a closed cycle OTC system incorporates a working fluid operating between two heat exchanger in a closed cycle. A closed cycle utilizes the warm surface water to vaporize the working fluid in a evaporator, and the vaporized fluid drives the turbine coupled to the generator. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇവാപ്പറേറ്റർ ഉണ്ടാവും. ആ ഇവാപ്പറേറ്റർ ഒരു അമോണിയനെ വേപ്പറൈസ് ചെയ്തിട്ട് അതൊരു സ്റ്റീമിലേക്കാക്കി ആ സ്റ്റീമിൽ നിന്ന് ആ അമോണിയം ടർബൈനിൽ റൊട്ടേറ്റ് ചെയ്ത് ആ ടർബൈനിൻ്റെ പ്രൈം മൂവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിസിറ്റി ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യും. സോ അങ്ങനെയാണ് ഇത് ക്ലോസ് സൈക്കിൾ ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ നടക്കുന്നത്. സോ നമുക്കിപ്പോൾ ഒരു വീഡിയോ കാണാം. ആ വീഡിയോ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഹായ് സ്റ്റുഡൻസ്, welcome to this video, and you just observe this video now. Okay, see, this is once again I will play just here. Okay, see here, this is the temperature 25 degree centigrade. ഇവിടെ നോക്കിയാൽ നിങ്ങൾ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഇവിടെ കാണാം അല്ലേ, 25 ഡിഗ്രി സെൻറ്റിഗ്രേഡും പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഏതാ 5 ഡിഗ്രി സെൻറ്റിഗ്രേഡ്, അതായത് 1000 മീറ്റർ ഡീപ്പിൽ വേണം. ഈ ഒരു ഓറഞ്ച് കളറിലെ ഡൂമാണ് നിങ്ങളുടെ OTCൻ്റെ പ്ലാന്റ്. സോ അത്രയും ആ ഒരു ബ്ലൂ കളർ ഇതില്ലേ, പൈപ്പില്ലേ, അതാണ് നിങ്ങളെ ഈ കോൾഡ് വാട്ടർ അബ്സോർവ് ചെയ്യുന്നത്, അതായത് ബോട്ടത്തിൽ നിന്ന് അബ്സോർവ് ചെയ്യുന്നത്. മറ്റേ റെഡ് കളർ ഇല്ലല്ലേ, റെഡ് കളർ ഒരു പൈപ്പ് കാണില്ലേ നിങ്ങളിവിടെ, ആ പൈപ്പാണ് നിങ്ങൾ വാം വാട്ടർ അബ്സോർവ് ചെയ്യുന്നത്. അപ്പോൾ ആ റെഡ് കളറിൻ്റെ ഭാഗത്ത് നമുക്ക് എന്താ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, യു വിൽ ബി കണക്റ്റിംഗ് ദി ഇവാപ്പറേറ്റർ. ബ്ലൂ പൈപ്പിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത് ഒരു കണ്ടൻസറാണ്. അപ്പോൾ ഈ വാട്ടർ സർഫേസിൽ നിന്ന് പമ്പ് ചെയ്യണം അല്ലേ, വാട്ടർ സർഫേസിൽ നിന്ന് പമ്പ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു പമ്പും കൂടെ ഫിറ്റ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ കൂടെ ഇപ്പം കാണിക്കുന്നത്. സോ ഇത് നോക്കുകടാ. സോ ഇവിടെ നോക്കുക, ഇതാണ് ടർബൈൻ, ജനറേറ്റർ, പിന്നെ കണ്ടൻസർ നോക്കുക. കണ്ടൻസർ പറയുമ്പോൾ എന്ത് ചെയ്തു, ഒരു ലിക്വിഡിനെ എന്താ ഒരു വേപ്പർ സ്റ്റേജിനെ. So here we are having the condenser. The condenser, what is the purpose of a condenser? Condenser will condense the evaporate. Due to this condensation, the vapor will turn into the liquid form. But this action, so in order to do that we need to cool this one അല്ലേ. ഒരു വേപ്പർ പറയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ഹൈ ടെമ്പറേച്ചർ നിങ്ങൾ ലോ ടെമ്പറേച്ചറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ആ ലോ ടെമ്പറേച്ചർ ഇത് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ ഹൈ ടെമ്പറേച്ചർ കോമ്പണൻറ്റിനെ ലോ ടെമ്പറേച്ചറിലേക്ക് മാറ്റത്തുള്ളൂ. സോ ആ ലോ ടെമ്പറേച്ചർ നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നത്, ഡീപ്പ് ഓഫ് ദി സീ എന്നല്ല കിട്ടുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് കണ്ടൻസറിൻ്റെ പൈപ്പ് ഡീപ്പായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാ ഈ ബ്ലൂ പൈപ്പ് താഴെ നിന്ന് വന്നിട്ട് ആ കോൾഡ് വാട്ടർ കൊണ്ട് നിങ്ങൾ ടർബൈൻ്റെ അപ്പുറത്ത്, ടർബൈൻ്റെ ഔട്ട്പുട്ട് എന്നല്ല കണ്ടൻസർ കണക്ട് ചെയ്തിരിക്കുന്നത്, ടർബൈൻ്റെ ഔട്ട്പുട്ട് വരുന്ന ആ ഒരു അമോണിയം ഗ്യാസ്,
അമോണിയം ഗ്യാസ് ഉണ്ടാവും, അമോണിയൻ്റെ സ്റ്റീം ഉണ്ടാവും. ആ സ്റ്റീം ഡയറക്റ്റായിട്ട് കണ്ടൻസറിലേക്ക് പോകും. സോ ഇന്ന് ഇമ്പോപ്പറേറ്റർ എന്ത് ചെയ്യും, ഈ ഇമ്പോപ്പറേറ്റർ സീൻ്റെ ടോപ്പ് സൈഡിലെ ആ ഒരു വാം വാട്ടറിനെ ഇവോപ്പറേറ്റർ അബ്സോർബ് ചെയ്തിട്ട് ആ അമോണിയനെ ഏത് സ്റ്റേജിലേക്ക് ആക്കി മാറ്റും, വേപ്പർ സ്റ്റേജിലേക്ക് ആക്കി മാറ്റും. ആ വേപ്പർ സ്റ്റേജിലേക്ക് അമോണിയ ഡയറക്റ്റായിട്ട് ടർബൈനിൽ ട്രീറ്റ് ചെയ്യും. ടർബൈൻ ട്രീറ്റ് ചെയ്യുമ്പോൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് ജനറേറ്റർ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ ഈ ടർബൈനിൽ നിന്ന് കിട്ടുന്ന ലോ പ്രഷർ അമോണിയ, ഇത് ടർബൈനിലേക്ക് ഫീഡ് ചെയ്യുന്നത് ഹൈ പ്രഷർ അമോണിയാണ്, ടർബൈനിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ലോ പ്രഷർ അമോണിയാണ്. ഈ ലോ പ്രഷർ അമോണിയ കണ്ടൻസറിൽ ട്രീറ്റ് ചെയ്യും. കണ്ടൻസറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഈ ലോ പ്രഷർ അമോണിയ എന്ത് ചെയ്തു, ഇപ്പം വേപ്പർ സ്റ്റേജിലുള്ളത് ലിക്വിഡ് സ്റ്റേജിലേക്കായി. പിന്നെ ഈ ലിക്വിഡ് സ്റ്റേജിലേക്ക് ഉള്ളത് നിങ്ങൾ ഡയറക്റ്റായിട്ട് പിന്നെ ഇത് ഇവോപ്പറേറ്ററിലേക്ക് തന്നെ കൊടുത്തു. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു സൈക്കിൾ എന്താണ്, ക്ലോസ്ഡ് സൈക്കിൾ അല്ലേ, അതായത് ഇവോപ്പറേറ്ററിൽ നിന്ന് ടർബൈനിൽ പോയി, ടർബൈനിന് നേരെ കണ്ടൻസറിൽ പോയി, കണ്ടൻസർ നേരെ ഇവോപ്പറേറ്ററിലേക്ക് പോയി. ഓക്കെ, ഇവിടെ നോക്കുക, അമോണിയ NH3, കോൾഡ് വാട്ടർ കണ്ടൻസസ് അമോണിയ. പിന്നെ ഹോട്ട് വാട്ടർ ഇവോപ്പറേറ്റ്സ് അമോണിയ. ആൻഡ് ടർബൈൻ കൺവേർട്ട് എക്സ്പാൻഷൻ ടു ഇലക്ട്രിസിറ്റി. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. സോ ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും അല്ലേ. സോ ഇനി നമ്മൾ ജസ്റ്റ് സീ ദിസ് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് എ ക്ലോസ് സൈക്കിൾ OTC പവർ പ്ലാന്റ്. ഇതാണ് നിങ്ങൾ എക്സാമിൽ എഴുതേണ്ടത്. ഇതാണ്, അതായത് സർഫേസ് കണ്ടൻസർ ടർബൈനിൽ നിന്ന് നേരെ കണ്ടൻസറിലേക്ക് വന്നില്ലേ, ഇത് എവിടുന്ന കൂൾ ഡീപ്പ് വാട്ടറിൽ വന്നു. പിന്നെ അത് കൂൾ ഡീപ്പ് വാട്ടർ സർക്കുലേറ്റ് ചെയ്തു. അപ്പോൾ സർക്കുലേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, ഈ ലോ പ്രഷർ അമോണിയ ഇത് ലിക്വിഡ് ഫോമിലേക്കാക്കി. ഈ ലിക്വിഡ് ഫോമിലാക്കി ഡയറക്റ്റ് പമ്പ് ഉപയോഗിച്ച് നേരെ ഇവോപ്പറേറ്റർ കൊടുത്തു. സോ ഇവോപ്പറേറ്റർ ഇത് ഇവോപ്പറേറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വാം സർഫേസ് വാട്ടർ വേണ്ടേ, അത് ഈ പമ്പിൽ നിന്ന് വാം സർഫേസ് വാട്ടർ എടുത്തു, അതിങ്ങനെ മറ്റു ഭാഗത്തേക്ക് കൊടുത്തു. സോ ഈ പമ്പ് എന്ന് വെച്ചാൽ ഈ ഒരു ഇവോപ്പറേറ്ററിലേക്ക് ആ വാട്ടർ പമ്പ് ചെയ്തിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ ആ ഒരു സർഫേസിലേക്ക് തന്നെ വിടും. ഈ പമ്പ് പറഞ്ഞാൽ ഈ കോൾഡ് ഡീപ്പ് വാട്ടറിനെ ഇത് പമ്പ് ചെയ്തിട്ട് അതേപോലെ ആ കോൾഡ് ഡീപ്പ് വാട്ടർ ആ ഡീപ്പിലേക്ക് തന്നെ ആ ഒരു ഡീപ്പ് ഓഫ് ദി ഓഷനിലേക്ക് തന്നെ ഇതായിക്കും. സോ അങ്ങനെ ഇത് എന്ത് ചെയ്തു, ഈ ലിക്വിഡ് അമോണിയ വേപ്പർ സ്റ്റേജായി ടർബൈൻ ഓപ്പറേറ്റ് ചെയ്തു, പിന്നെ ജനറേഷൻ നടന്നു. ഇത്രയേ ഉള്ളൂ. സോ ഇതാണ് എ ക്ലോസ് സൈക്കിൾ പ്ലാന്റ് എംപ്ലോയീസ് എ thermodynamic fluid such as ammonia or a refrigerant furan. This is contained in a completely closed system including the plant turbine. Hot surface seawater is used to evaporate the fluid and vapor is then exported to drive the turbine. The vapor from the turbine exhaust is condensed using cold deep ocean water and returned to the beginning of the cycle where it can be reheated. So in boilers and condenser, extensive areas are needed to transfer significant amount of heat due to low temperature difference. In other words, so see 14% of the gross power was expected to be consumed internally. The size of the plant was gigantic. അതായത് എന്തിനാണ് ഈ 14% പവർ ഇൻറ്റർണലി കൺസ്യൂം ചെയ്യുന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? അത് പമ്പ് വേണ്ടേ, പമ്പ് ചെയ്യിക്കണ്ടേ. പമ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ ഡീപ്പ് വാട്ടർ എടുത്ത് നിങ്ങൾ ആ കണ്ടൻസ് ചെയ്യാനും പിന്നെ വാം വാട്ടറിന് പമ്പ് ഉപയോഗിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇവാപ്പറേറ്റർ കൊടുക്കാനും വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കൊരു 2 മെഗാവാട്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു 2000 വാട്ടിൻ്റെ 2 പമ്പ് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ 14% നിങ്ങൾ ആ പമ്പിലേക്ക് തന്നെ ഇതിൻ്റെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത എനർജി മുഴുവൻ പമ്പ് തന്നെ അത് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന എനർജിയാണ് നിങ്ങൾക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക.
പിന്നെ in boilers and condensers, extensive areas are needed to transfer significant amounts of heat due to low temperature difference. In other words, large volumes of water must be circulated through OTC power plant, which require large heat exchangers. കുറേ large number of volume of heat is water must be സർക്കുലേറ്റഡ്. അത് കുറച്ച് വോളിയം വാട്ടർ അല്ല, കുറേ കൂടി വാട്ടർ, അതായത് എത്രയോ തൗസൻഡ്സ് ഓഫ് ലീറ്റേഴ്സ് ഓഫ് വാട്ടർ നിങ്ങൾ ഓരോ സെക്കൻഡിലും സർക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സോ പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓഷൻ്റെ അണ്ടറിലാണ് ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഓഷൻ്റെ അതായത് സീലായ ഈ ഒരു പർട്ടിക്കുലർ ഇക്വിപ്മെൻറ്റൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് റെസ്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ ഒരു കപ്പലുകളൊക്കെ, ഇത് കടൽ മുങ്ങിപ്പോയ കപ്പലൊക്കെ, അതെന്താ സംഭവിക്കുക, അതിൻ്റെ മുകളിലൊക്കെ ഓരോ പാച്ചി വന്ന് നിങ്ങൾ കെട്ടുന്ന കണ്ടിട്ടില്ലേ, ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ പ്ലാന്റ്സൊക്കെ ഇവിടെ വന്ന് വളരാൻ നോക്കും. സോ അതിന് നിങ്ങൾ എന്താ പറയുകയെന്ന് വെച്ചാൽ ബയോ ഫൗളിംഗ് എന്ന് പറയാം. ബയോ ഫൗളിംഗ് എന്ന് പറയും. അതായത് നിങ്ങളുടെ വീട്ടിൽ ഈ കുറച്ച് 5-3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ഓരോ ഫംഗസൊക്കെ വന്ന് സെഗ്രേറ്റ് ചെയ്യുന്ന പോലെ ഇതിപ്പോൾ അത്രയൊന്നും സമയം വേണ്ട. ഇതിപ്പോൾ 2-3 മാസം നിങ്ങൾ ഈ ഒരു അണ്ടർ വാട്ടർ നിങ്ങളിത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മുകളിൽ പല ആൽഗെ, പല ഫംഗസ്, അങ്ങനെ പല മൈക്രോ ഓർഗാനിസം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യും. അതിന് നിങ്ങൾ എന്താ പറയുക, ബയോ ഫൗളിംഗ്. സോ ബയോ ഫൗളിങ്ങും ഇതിൽ ഉണ്ടാവും. സോ ഇത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ബട്ട് അതിനനുസരിച്ച് ബയോ ഫൗളിംഗ് വരാത്ത രീതിയിലുള്ള പെയിൻ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതുണ്ടാവില്ല. സോ ഇത്രയേ ഉള്ളൂ. സോ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ ഇവാപ്പറേറ്ററും കണ്ടൻസറും ഒക്കെ അണ്ടർ വാട്ടർ ആയിരിക്കും. ഈ ടർബൈൻ വേണമെങ്കിൽ ഇത് വാട്ടറിൻ്റെ മുകളിലായിരിക്കും, ടർബൈനും ജനറേറ്ററും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഓപ്പൺ സൈക്കിൾ OTC ആണ്. ഓപ്പൺ സൈക്കിൾ OTC ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലൗഡ് സൈക്കിൾ. ഓക്കെ, in an open cycle OTC system, the sea water itself is used to provide the thermodynamic fluid. ഒരു തെർമോഡൈനാമിക് ഫ്ലൂയിഡ്, അതായത് ഒരു ടർബൈനിൻ്റെ ഫ്ലൂയിഡായിട്ട് സീ വാട്ടർ തന്നെ ഇവിടെ ഉപയോഗിക്കും. The warm sea water is expanded rapidly in a partially evacuated chamber. The warm water, sea water, is expanded partially in a evacuated chamber where some of it flashes to a steam, and this steam is then used to drive the steam turbine. From the exhaust of the turbine, the vapor is condensed using cold sea water. The vapor produced by flashing warm sea water is at relatively low pressure, so it requires a very large turbine to operate effectively. So ഇതെന്ന് വെച്ചാൽ ആ വാം സീ വാട്ടർ കൊണ്ട് is expanded in a partially evacuated chamber where some of it flashes to a steam. അതായത് ഒരു ലോ പ്രഷർ വാം ഇത് ഒരു എക്സ്പാൻഡ് ചെയ്യും. വാം സീ വാട്ടറിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ഒരു പാർഷ്യലി ഇവാക്വേറ്റഡ് ചേമ്പറിൽ വാം സീ വാട്ടറിനെ പാർഷ്യലി ഇവാക്വേറ്റ് ചെയ്യും. ആ ചെയ്യുമ്പോഴത്തേക്ക് ചിലത് മാത്രമേ സ്റ്റീമായിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യും. സോ ഇവിടെ നോക്കുക, വാം സീ വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ വേപ്പർ ബൈ സോളാർ എനർജി. സോ ഇവിടെ എന്ത് ചെയ്യും, സോളാർ എനർജി ചെയ്യും. അപ്പോൾ ടോപ്പ് ലെയർ 29 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ വാം സീ വാട്ടർ ഉണ്ടാവും. ഇതൊരു ഇവാപ്പറേഷൻ ചേമ്പറിലേക്ക് അയക്കും. അപ്പോൾ ഈ ഇവാക്യുവേറ്റഡ് ഇവാപ്പറേഷൻ ചേമ്പറിലേക്ക് അയക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും, saltless water vapor turns ടർബൈൻ ക്രിയേറ്റിംഗ് ഇലക്ട്രിസിറ്റി. ഈ സാൾട്ട്ലെസ് വാട്ടർ ഇതെന്താ, ചിലതൊക്കെ അത് വാട്ടർ വേപ്പറായി മാറും, ചിലതൊക്കെ സ്റ്റീമായിട്ട് മാറും. മിക്കതും സ്റ്റീം ആവില്ല, ചിലത് സാൾട്ടൊക്കെ താഴെ വരും. പിന്നെ ഇത് സാൾട്ട്ലെസ് വാട്ടർ വേപ്പർ, ഇത് മുകളിലേക്ക് വരും. ആ സാൾട്ട്ലെസ് വാട്ടർ വേപ്പർ ടർബൈൻ ജനറേറ്റ് ചെയ്യും, അത് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ ഈ വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ഇൻ ചേമ്പർ ക്രിയേറ്റിംഗ് പ്യുവർ വാട്ടർ, ഒരു പ്യുവർ വാട്ടർ ആവും. ഈ പ്യുവർ വാട്ടർ എന്ത് ചെയ്യും, ഈ പ്യുവർ വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യും, സോ സിയർ ദിസ് പ്യുവർ വാട്ടർ, ഈ പ്യുവർ വാട്ടറിനെ ഈ കണ്ടൻസ് ചെയ്യും. ഈ കണ്ടൻസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു ഡ്രിങ്കിങ് വാട്ടർ.
സോ ഈ ഡ്രിങ്കിങ് വാട്ടറും കൂടെ കിട്ടും. പിന്നെ ഈ കണ്ടൻസ് ചെയ്ത വാട്ടർ വേപ്പർ കണ്ടൻസ്ഡ് ഇൻ ദി ചേമ്പർ ക്രിയേറ്റിംഗ് പ്യുവർ വാട്ടർ. ഒരു കണ്ടൻസ് ചെയ്ത് ചേമ്പറിൽ പ്യുവർ വാട്ടർ ക്രിയേറ്റ് ചെയ്യും. പിന്നെ അത് ശേഷം വരുന്നതാണ് ഡ്രിങ്കിങ് ബോൾ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ കോൾഡ് വാട്ടർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കോൾഡ് വാട്ടർ കൊണ്ട് ഈ വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യിക്കാൻ പറ്റും. ഈ കോൾഡ് വാട്ടർ കൊണ്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഈ ഒരു വാട്ടർ വേപ്പറിന്, സോ ഇവിടെ വരുന്ന ടർബൈനിൽ നിന്ന് വരുന്ന വാട്ടറിന് കുറച്ച് ഹീറ്റ് കൂടുതലുണ്ടാവും അല്ലേ. അപ്പോൾ പുറത്തേക്ക് വരുന്ന വാട്ടറിന് കുറച്ച് ഹീറ്റ് കൂടുതലുണ്ടാവും. ആ ഹീറ്റ് കൂടുതലുണ്ടാകുമ്പോൾ ഈ കോൾഡ് വാട്ടർ കൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, കോൾഡ് ഡ്രിങ്കിങ് വാട്ടറാക്കി മാറ്റാൻ പറ്റും. പിന്നെ ബാക്കി ഈ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടുന്നതാണ് വേസ്റ്റ് സാൾട്ട് വാട്ടർ. അതിവിടെ താഴോട്ട് വരും. പിന്നെ ഈ കോൾഡ് വാട്ടർ, പിന്നെ ഈ ഇവോപ്പറേറ്റഡ് ചേമ്പറിൽ നിന്ന് വരുന്ന ഈ സാൾട്ട് വാട്ടർ നമ്മൾ താഴോട്ടേക്ക് വരും. സോ ഇങ്ങനെയാണ് നിങ്ങളെന്താ പറയുക, ഓപ്പൺ സൈക്കിൾ ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ, അത് ക്ലൗഡ് സൈക്കിൾ ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ സിസ്റ്റം നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ബാക്കിയില്ലെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. സോ ഇതേപോലത്തെ ഒരു ഡയഗ്രാം, ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഞാൻ ഇപ്പം കാണാം. സോ യു ക്യാൻ സി ഓപ്പൺ സൈക്കിൾ യൂസസ് സീ വാട്ടർ ആസ് വർക്കിംഗ് ഫ്ലൂയിഡ്. ഓപ്പൺ സൈക്കിൾ എന്ത് ചെയ്യും, സീ വാട്ടർ ആയിട്ട് ഉപയോഗിക്കും. ദി വാം വാട്ടർ ഈസ് ഫസ്റ്റ് സെൻഡ് ടു ദി deaerator where the dissolved gas are removed by means of vacuum pump. Then the warm water is evaporated under partial vacuum is flash evaporated. This process produces low pressure water vapor steam which will be working fluid in OTEC system. അത് നമുക്ക് ഉപയോഗിക്കുന്ന ലോ പ്രഷർ വാട്ടർ വേപ്പർ ആണ് ഇതിലെ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് ഉപയോഗിക്കാറ്. ഓക്കെ. ദ ലോ പ്രഷർ സ്റ്റീം ഇസ് ദെൻ പാസ് ത്രൂ ദ ടർബൈൻ വിച്ച് എക്സ്ട്രാക്ട്സ് ദി എനർജി ഫ്രം ഇറ്റ് ആൻഡ് റൺസ് ദി ജനറേറ്റർ. ഇവിടെ ലോ പ്രഷർ സ്റ്റീമാണ് ഇവിടെ കിട്ടുന്നത്. എന്ന് വെച്ചാൽ അത്രേ ഇതിൻ്റെ ടെമ്പറേച്ചർ ഉള്ളൂ. ഒരു 29 ഡിഗ്രി 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ ഒരു വാം വാട്ടറാണ്. അതിന് ഒരു ഇവാക്യുവേറ്റഡ് ചേമ്പറിൽ നിന്ന് കുറച്ചും കൂടെ ഒരു പ്രഷർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റീമാണ് ഇത്. അപ്പോൾ അതിന് നമുക്ക് ലോ പ്രഷർ ടെമ്പറേച്ചറിനെ പറയാൻ പറ്റത്തുള്ളൂ. സോ ലോ പ്രഷർ സ്റ്റീം ഇസ് ദെൻ പാസ് ത്രൂ എ ടർബൈൻ വിച്ച് എക്സ്ട്രാക്ട് ദി എനർജി ഫ്രം ഇറ്റ് ആൻഡ് runs the generator. The vapor after expansion in the turbine is then cooled in the spray condenser. The vapor after expansion in the turbine is then cooled in the spray condenser. Direct in contact is used where the condensate is mixed with the cooling water. ഓക്കെ. അപ്പോൾ അതിന് ശേഷം വേപ്പർ എന്ത് ചെയ്തു, വേപ്പർ ഡയറക്റ്റ് കണ്ടൻസേറ്റ് ചെയ്യും. ആ വേപ്പറാണ് ആ വാട്ടർ വേപ്പർ, ലോ പ്രഷർ വാട്ടർ വേപ്പർ അല്ലേ, അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, അതാണ് നിങ്ങളുടെ കോൾഡ് ഡ്രിങ്കബിൾ വാട്ടർ. ആ ഡ്രിങ്കബിൾ വാട്ടർ നിങ്ങൾക്ക് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടും. It is to be noted here that since we have to obtain energy from low pressure steam, extremely large size turbine must be used. The cost of open cycle system for producing electricity is significantly greater than closed cycle system. The turbine cost alone almost half of the cost of entire power system. So ആ ടർബൈൻ തന്നെ ഹെവി കോസ്റ്റാണ്. അപ്പം ഇത് ഓപ്പൺ സൈക്കിൾസ് ഇത് കുറച്ചും കൂടെ ക്ലോസ് സൈക്കിൾ കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ്ലിയറാണ്. സോ ഇതിൻ്റെ സ്കിമാറ്റിക് ഡയഗ്രാം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് വാം വാട്ടർ. സോ ഇവിടെ നോക്കുക, കണ്ടൻസ് ഇതിൽ നിങ്ങൾക്ക് ഒരു ഡീഎയറേറ്റർ എന്നാണ് പറയാൻ. ഡീഎയറേറ്റർ ഇത് വാം സോളാർ വാട്ടർ ഉപയോഗിച്ച് ഡീഎയറേറ്റ് ചെയ്യും. പിന്നെ ഫ്ലാഷ് ഇവോപ്പറേറ്ററിലേക്ക് കൂടെ കൊടുക്കും. ഫ്ലാഷ് ഇവോപ്പറേറ്ററിൽ നിന്ന് ഫ്ലാഷ് ഇവോപ്പറേഷൻ ചെയ്യും. ചെയ്ത ശേഷം ആ ഇവോപ്പറേറ്റഡ് ആയ സ്റ്റീം ടർബൈനിലേക്ക് അത് കൊടുക്കും. സ്റ്റീം ടർബൈൻസ് ജനറേറ്റ് ചെയ്തിട്ട് അതിന് ശേഷമുള്ള ഒരു ലോ പ്രഷർ സ്റ്റീം ഉണ്ടാവും. ആ ഒരു സ്റ്റീമിനെ ഇതിൽ ഈ ഒരു കണ്ടൻസേറ്റ് ചെയ്തതിന് കോൾഡ് ഡ്രിങ്കബിൾ വാട്ടറാണ് ഇവിടെ നമുക്ക് കിട്ടുക. സോ ഈ കോൾഡ് വാട്ടർ നമുക്കിത് കൊടുത്ത ശേഷം ഈ കോൾഡ് വാട്ടർ എന്ത് ചെയ്തു, ഈ കോൾഡ് വാട്ടർ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ വാട്ടർ കണ്ടൻസേറ്റ് ആവും. ഈ കണ്ടൻസേറ്റിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് നിങ്ങളുടെ കോൾഡ് ഡ്രിങ്കബിൾ വാട്ടർ. സോ ഇതാണ് നിങ്ങളുടെ ഈ ഒരു ഓപ്പൺ സൈക്കിളിൻ്റെ ഡയഗ്രാം. സോ ഇതിൻ്റെ ഡീഎയറേറ്ററിന് വാക്യൂം പമ്പാണ്, അത് ഡിസോൾവ്ഡ് ഗ്യാസസ് പുറത്തേക്ക് പോകും. സോ ഇതാണ് നിങ്ങളുടെ എക്സാമിന് എഴുതേണ്ട ഓപ്പൺ സൈക്കിൾ OTEC സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ.
So one of the major advantages of open cycle system is that water condensed from the turbine exhaust is fresh, not salt water, and so the plant can also serve as the source of drinking water as well as electricity. Plant source of drinking water electricity ആയിട്ട് generate അത് ഉപയോഗിക്കാൻ പറ്റും. So the can also serve as a source of drinking water. ഒരു source of drinking water ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ സെലക്ഷൻ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. ഇത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം.